കെ സുധാകരൻ DCC പ്രസിഡന്റായിരുന്നപ്പോൾ അക്രമത്തിലൂടെ CPM-നെ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചതെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം N. സുകന്യ. സേവറി ഹോട്ടലിൽ ബോംബ് എറിഞ്ഞ് കെ നാണുവിനെ വധിച്ചത് അതിന്റെ ഭാഗമായിരുന്നു. ഗുണ്ടാ സംഘത്തെ കൊണ്ടുനടന്ന് നിരവധി അക്രമമാണ് ആ കാലത്ത് നടന്നതെന്നും സുകന്യ പറഞ്ഞു. കെ നാണു രക്തസാക്ഷിത്വ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുകന്യ. കണ്ണൂരിൽ കെ സുധാകരൻ DCC പ്രസിഡന്റായിരുന്ന കാലം നിരന്തരം സംഘർഷത്തിൻ്റെതായിരുന്നുവെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം N. സുകന്യ പറഞ്ഞു. കോൺഗ്രസിൽ DCC പ്രസിഡന്റ് സ്ഥാനം പിടിച്ചെടുത്ത ശേഷം CPM-നെതിരെ അക്രമം അഴിച്ചുവിടാനാണ് സുധാകരൻ തുനിഞ്ഞത്. സേവറി ഹോട്ടലിൽ ബോംബെറിഞ്ഞ് കെ നാണുവിനെ കൊലപ്പെടുത്തിയത് അതിന്റെ ഭാഗമാണ്. നാൽപ്പാടി വാസുവിനെയും വെടിവെച്ചു കൊന്നു. CPM-നെ ഭയപ്പെടുത്തി ഇല്ലാതാക്കാനാണ് ഗുണ്ടാ സംഘത്തെ കെ സുധാകരൻ ഉപയോഗപ്പെടുത്തിയതെന്നും സുകന്യ പറഞ്ഞു. സുധാകരന്റെ തന്നെ നേതൃത്വത്തിൽ സുധാകരന്റെ ഗൺമാനാണ് നാൽപ്പാടി വാസുവിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ഇതിന്റെ എല്ലാം പിന്നിലുണ്ടായിരുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ CPIM-നെ, നമുക്കറിയാം ഇന്ത്യയിലെ CPIM-ന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ് അന്നും ഇന്നും കണ്ണൂർ ജില്ല എന്ന് പറയുന്നത്. ആ കണ്ണൂരിലെ പാർട്ടിയെ തകർക്കുക, ഭയപ്പെടുത്തിയും ആക്രമണങ്ങളിലൂടെയും ഈ ജില്ലയിലെ പ്രസ്ഥാനത്തെ തകർക്കുക എന്നുള്ള വളരെ കൃത്യമായ ലക്ഷ്യത്തോടെയാണ് സുധാകരൻ അന്ന് നേതൃത്വത്തിലേക്ക് കടന്നു വന്ന ഘട്ടത്തിൽ, ഈ ജില്ലയിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് കടന്നു വന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഗുണ്ടാ സംഘത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. കെ സുധാകരന്റെ ഈ അക്രമത്തിനെതിരെ ശക്തമായ പ്രതിരോധം CPM ഉയർത്തി. അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. രക്തസാക്ഷികളുടെ ജീവത്യാഗം വെറുതെ ആയില്ലെന്നും പ്രസ്ഥാനം കരുത്തുറ്റതായി മാറിയത് അതിന് തെളിവാണെന്നും സുകന്യ പറഞ്ഞു. CPM ടൗൺ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ നാണു രക്തസാക്ഷിത്വ ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു N. സുകന്യ. CPM കണ്ണൂർ ഏരിയ സെക്രട്ടറി KP സുധാകരൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ E. രമേശൻ, ഗിരീഷ് കുമാർ, K. ഷഹറാസ്, രാജേഷ് പ്രേം തുടങ്ങിയവർ സംസാരിച്ചു. ടൗൺ കേന്ദ്രീകരിച്ച് പ്രകടനവും നടന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.